ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, അപ്പം ഇതിനോടൊപ്പം നല്ല രുചികരമാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി 3 മുട്ടയാണ് എടുത്തത്. ഇത് വലിയ സൈസ് മുട്ടയുണ്ടാണ്. ചെറുതാണെങ്കിൽ 4 വരെ എടുക്കാവുന്നതാണ്. ഇത് സവാളയോടൊപ്പം ചെറിയ ഉള്ളി ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ രുചികരമാണ്. ആദ്യം നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുക്കണം. ഒരു സോസ് പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ മുട്ട അതിലോട്ട് ഇടുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബോയിൽ ചെയ്തെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ്. അതിന് വേണ്ടത് 2 മീഡിയം സൈസ് സവാളയും വലിയ ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോയും 5-6 ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെയാണ്. ഇത് വളരെ തിന്നായി കട്ട് ചെയ്ത് എടുക്കണം. എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം, അതുപോലെ ടൊമാറ്റോയും വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. മുട്ട ഒന്ന് പൊളിച്ചെടുക്കാം. ചേർക്കുന്ന സവാളയും തിന്നായി കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ടൊന്ന് നല്ല വഴറ്റിയെടുക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. സവാള ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഒരിക്കലും ഈ സമയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്നത് റെഡിഷ് കളറാവുകയും അത് ശരിയായിട്ട് വരില്ല. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഉപ്പ് ഇത് ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റിയിൽ ചേർക്കുന്നത്. നമ്മൾ സാധാരണ ഉപ്പാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർത്തൊന്ന് ഒന്ന് റാ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി വെപ്പിക്കണം. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. അതെന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, റാ ഫ്ലേവർ മാറുന്നത് വരെ. അരിഞ്ഞു വെച്ച ടൊമാറ്റോയും ചേർക്കുക. ടൊമാറ്റോയും ഒരു 2-3 മിനിറ്റ് അതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിക്കുക. അപ്പോഴതെല്ലാം നല്ല മസാലയെല്ലാം യോജിച്ച് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ കൂടുതൽ അതങ്ങ് ഡ്രൈ ആവുകയും മസാല യോജിച്ച് കിട്ടാൻ പ്രയാസമാണ്. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത മുട്ടയും ചേർക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ചേർക്കാവുന്നതാണ്. കുരുമുളകിൻ്റെയൊക്കെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, കൂടാതെ ഫാമിലിയിലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.